രാവിലെ തന്നെ കട്ടൻ കാപ്പിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും സാമ്പാറുമായിരുന്നു. സാമ്പാർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുട്ടും പഞ്ചസാരയും കൂട്ടിയടിച്ചു. അതിന് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ വാതിക്ക് നിൽക്കുകയാണ്. കറക്റ്റ് എൻ്റെ ഓഫീസിൻ്റെ വാതിക്ക് കൊണ്ട് നിർത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ വാതിൽ എനിക്ക് എടുക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം ഓഫീസിലെത്തി. അപ്പോൾ ഓഫീസിലെത്തിയ ഉടനെ നമ്മളിത് ക്യാബിനിലേക്ക് കയറുകയാണ്. ബാഗിനകത്തിരുന്ന് അൽക്കുറത്ത് സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പുറത്ത് വെക്കാനുണ്ട്. കാരണം വെച്ചാൽ ഇയർപോഡും അതുപോലെ കുറേ ക്ലച്ചസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ബാഗിനകത്തുള്ളൂ. അതായത് പ്രൊഫഷണലി വേണ്ട സാധനങ്ങളല്ല, പേഴ്സണലി വേണ്ട ഒരുക്കം ചാന്ത് പൊട്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതെല്ലാം എടുത്ത് താഴെ വെച്ച് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് വർക്കിന് അങ്ങ് കയറിയിരുന്ന്. പിന്നെ പെട്ടെന്ന് അങ്ങ് എവിടുന്നോ ഇല്ലാത്തൊരു ദാഹം വന്നു. അപ്പം ഞാൻ ഓഫീസിൽ തന്നെ കൂളറുണ്ട്, ആവശ്യക്കാർക്ക് വെള്ളം വേണമെങ്കിൽ ഇതിലേ വന്ന് കുടിച്ചിട്ട് പോകാം. തണുത്തതും ചൂടുള്ളതും നോർമലുമായ വാട്ടറുകളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എനിക്ക് ചൂടുവെള്ളമാണ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചു. എവിടെ നിന്നറിയില്ല, പെട്ടെന്നില്ലാത്ത ദാഹമായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം വർക്കിന് ഇരിക്കുന്നതിന് മുമ്പ് ഞാനിതെൻ്റെ സുഹൃത്താണ്, ഒരേ ഒരു സുഹൃത്ത്. ഈ സുഹൃത്തിനെ ഞാൻ കണ്ട് എൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാനൊരു ജോലിയിലേക്ക് കയറും. അപ്പോൾ ജസ്റ്റ് ഞാനത് നോക്കിയിട്ടൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയ പുരസ്കാരങ്ങളാണ്. എന്തായാലും വർക്കിന് പോയിരിക്കുകയില്ല, എന്താ പിന്നെ ഒന്ന് ഒരുങ്ങിയിട്ട് പോയിരിക്കാമെന്നൊക്കെ കരുതിക്കൊണ്ട് കണ്ണയുടെ മുന്നിൽ 4-5 ഫാഷൻ ഷോയൊക്കെ കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണായി കിടന്നു. അപ്പോൾ അതൊക്കെ ഓഫാക്കിയിട്ട് മുഖത്ത് മൊത്തം പൊട്ടിയിട്ടോ. നിങ്ങൾ കാണുന്ന പോലെയല്ല ഞാൻ, കാരണം എന്നെ കണ്ടിട്ടുള്ളവർക്കറിയാം പൊട്ടിയിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങത്തില്ല. എനിക്ക് അമ്മാതിരി പൊട്ടി വേണം. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ലിപ്പിലാണ് കേട്ടോ. കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പൊട്ടും പറ്റത്തില്ലാത്ത. പിന്നെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുവാണ്. തിരിച്ച് ഞാൻ ഭയങ്കര റിച്ചായിട്ട് പോണേ, കാരണം ഞാൻ കാറിനേക്ക് പോകുള്ളൂ. കാരണം നമ്മുടെ മാനേജർ സാർ എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ആളൊരു സുഹൃത്താണ് കേട്ടോ. അപ്പം നമ്മളെ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ വാതിക്കെ കൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് നമ്മളെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. രാവിലെ തിരിച്ച് നമ്മൾ പട്ടി എന്തൊക്കെ പോകുന്ന പോലെ രാവിലെ പോകും, വൈകുന്നേരം ഭയങ്കര റിച്ചായിട്ട് അങ്ങ് പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം കാറിന് ആളുടെ കൂടെയൊക്കെയാണ് പോയത്. അപ്പോൾ ആൾ ഇപ്പം എൻ്റെ കൂടെ കാറിൽ ഇരിപ്പില്ല, ആൾ എന്തോ സാധനം മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. നമ്മുടെ ചാനൽ പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാണ് വെറുതെ വ്യൂ കിട്ടി ആണ് പോകുന്നത്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് പോകാണ്ട് നമ്മുടെ ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് പോന്നേ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാ.